ഹായ്, ഹലോ, നമസ്കാരം. ഇത് നമ്മുടെ മണപ്പാട്ടിപ്പറമ്പ് ഗ്രൗണ്ടാണ്. അവിടെ പോത്തീസിൻ്റെ സൈഡിലുള്ള വലിയ മണപ്പാട്ടിപ്പറമ്പ് ഗ്രൗണ്ട്. അവിടെ സർക്കസ് വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണ് നടക്കുന്നത് അല്ലേ. നമ്മൾ പലപ്പോഴും ഇത് കണ്ട 4 തൂണ് അതുപോലത്തെ 12 തൂണാണ് വരുന്നത്. ഇവിടെ 3 ടെൻറ്റ്. ആദ്യത്തെ ടെൻറ്റിൻ്റെ പണിയാണ് നടക്കുന്നത്. ആ 4 തൂണിലേക്ക് വലിയ ടർപ്പാള കയറ്റിക്കൊണ്ട് നമ്മൾ കാണുന്നത് എപ്പോഴും വലിയ ടെൻറ്റുകൾ മാത്രമാണ്. ശരിക്കും ഒരു സർക്കസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എത്രത്തോളം കഠിനാധ്വാനമുണ്ടെന്ന് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. കാരണം എത്രയോ ആളുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ പദ്ധതി കണ്ട. ഇത് 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഒരു ടെൻറ്റ് അവർ കയറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത ബാക്കിലുള്ള ടെൻറ്റുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഇതിനേക്കാളും വലിയ ടെൻറ്റാണ് 2 ബാക്കിൽ വരുന്നത്. അപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഇത് കലൂരാണ്. 20-ാം തീയതി ആരംഭിക്കും എന്നാണ് അവർ പറഞ്ഞു കേട്ടത്. ബോംബെ സർക്കസ്, ഗ്രേറ്റ് ബോംബെ സർക്കസ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള 2 വലിയ ടെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സർക്കസ് എന്ന് പറയുമ്പോൾ ഈ കൂടാരം കാണുന്നു, അതിൻ്റെ ഉള്ളിൽ അവർ സർക്കസ് കളിക്കുന്നത് കാണുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എത്രത്തോളം കഠിനാധ്വാനമുണ്ടെന്ന് ശരിക്ക് നമ്മളവിടെ ചെന്നൊന്ന് കണ്ടാൽ അറിയാൻ സാധിക്കും. കാരണം എല്ലാ മേഖലയിൽപ്പെട്ട ജോലിക്കാരും അവരുടെ കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ടാണിത് ഒരു 40 ദിവസമോ 30 ദിവസം കൊണ്ട് ഇത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴും ഈ ആളുകൾ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. അവിടെ നമ്മുടെ കുറിയ മനുഷ്യരുണ്ടല്ലോ, അവർ മാത്രം വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നത് കാണുന്നില്ല. ബാക്കി എല്ലാവരും ജോലിയിലാണ്. ഈ മണപ്പാട്ടിപ്പറമ്പ് ഗ്രൗണ്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 45 വർഷത്തിലേറെ പാരമ്പര്യമുള്ള പല പദ്ധതികളവിടെ വന്നു പോയിട്ടുള്ളതാണ്. കലാനിലയം, അതുപോലെ സർക്കസുകൾ, പല സർക്കസുകൾ, എക്സിബിഷൻസ്, പിന്നെ എല്ലാ പാർട്ടികളുടെയും മഹാസമ്മേളനങ്ങൾ മറ്റുമായിട്ട് ഭയങ്കര തിരക്കുണ്ടായിരുന്ന ഒരു കാലത്ത് ഒരു തിരക്കായിരുന്ന ഒരു സ്ഥലമാണ് ഈ കലൂർ, ഈ പറമ്പ്.